നല്ല വലുപ്പത്തിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വലിയ ചെമ്മീൻ വെച്ചിട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു അതിൻ്റേതായ ഒരു ടേസ്റ്റിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ മസാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതൊക്കെ ഒരു ഇച്ചിരി ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ, ഞാനിപ്പം അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചെറുനാരങ്ങ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി, ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു 5-8 പീസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാക്സിമം എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലത് കേട്ടോ. എന്നിട്ട് ചട്ടിയിലേക്ക്, അതായത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാത്രത്തിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആയാൽ കൂടുതൽ ബെറ്റർ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് ഒരുപാട് നേരം ചെമ്മീൻ ഒരിക്കലും കുക്ക് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെ ഉണ്ടാവും. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ആയതിന് കോരി മാറ്റാം. ഒരു 60% കുക്ക് മാത്രമേ ഇതായിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക്, അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കണ ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇത് ടീസ്പൂൺ ഒന്ന് മാറ്റട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മുരിഞ്ഞു വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതും, പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളിയും നേരിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയുടെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എല്ലാം ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത്യാവശ്യം ഞാൻ ഇതിൻ്റെ കൂടെ നേരത്തെ ചെമ്മീൻ മസാല വരട്ടുന്ന സമയത്ത് ഉപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലും ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഫൈനലിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. ഈ ഒരു റെസിപ്പി അങ്ങനെയാണ്. അപ്പം നമ്മുടെ മസാല പുരട്ടി വെച്ചത് കൊണ്ട് തന്നെ ചെമ്മീൻ ഇപ്പോഴേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ബിരിയാണിയുടെ മസാലയായിട്ടും അല്ലാതെ റോസ്റ്റായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കണം ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനിയിപ്പം നമുക്കിതിലേക്ക് ഇച്ചിരിയും കൂടെ കുക്കാവാനുണ്ടല്ലോ, ഒന്ന് അതിന് ലാസ്റ്റായിട്ട് നമുക്ക് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനലായിട്ട്. എന്നിട്ട് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. വേണമെങ്കിൽ മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എനിക്ക് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ വെറുതെ ഇരുന്ന് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് അടച്ച് വെക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ ഇത് നമുക്ക് ക്ഷമയുണ്ടാകത്തില്ല ഇതൊന്ന് കഴിക്കാനായിട്ട്. അഥവാ ഇച്ചിരി നെയ്ച്ചോറൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിതിൽ മസാലയായിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ
ചെമ്മീൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയുക. തീർച്ചയായിട്ടും ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഈ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് വറ്റി നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഞാനൊന്ന് ചൂടോടുകൂടി കഴിച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ദോശയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ കൂടെയായാലും പൊറോട്ടയുടെ കൂടെയായാലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.